ആദ്യമായി BJPക്ക് ഇതിൽ ഒറ്റ അഭിപ്രായം മാത്രമുള്ളൂ. ആ അഭിപ്രായം BJPയുടെ ആരാധ്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ഈ സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും ഈ നയം പുതുതായി കൊണ്ടുവരുന്ന ഈ നയത്തോട് യോജിക്കാൻ കഴിയില്ല എന്നുള്ളത് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ശിവരാജേട്ടനെ പോലെയുള്ള ആളുകൾ, ഇപ്പോൾ നമുക്കറിയാം, നിങ്ങൾ ദേശാഭിമാനിയിലെ വാർത്ത വായിക്കണ്ട. ഇന്നലെ നിങ്ങളവിടെ ബൈറ്റ് കൊണ്ടുപോയപ്പോൾ, ബൈറ്റ് എടുക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാദങ്ങളൊക്കെ നിങ്ങൾ കേട്ടു. ഹെലികോപ്റ്ററിൽ വെള്ളം കൊണ്ടുവന്നോട്ടെ, അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലിയിൽ അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതായത് ആ വെള്ളത്തിൻ്റെ ദൗർബല്യതയൊക്കെ അദ്ദേഹം അതിൽ തന്നെ ആ ബൈറ്റിൽ തന്നെ സൂചിപ്പിച്ചതും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ BJPക്കെതിരെ എതിരഭിപ്രായങ്ങളൊന്നുമില്ല. ഒരേ ഒരു അഭിപ്രായമുള്ളൂ, ഇത്തരത്തിലുള്ള നയമാറ്റം, സുതാര്യമല്ലാത്ത നയമാറ്റം അനുവദിക്കില്ല. പൊതുജനങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞ് അതിൽ ആശങ്കകളുണ്ടെങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന എല്ലാ വ്യവസായത്തെയും ഭാരതീയ ജനതാ പാർട്ടി അനുകൂലിക്കും. ഇത് വ്യവസായമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു മദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംവിധാനങ്ങളാണ്. ഘട്ടം ഘട്ടമായിട്ട് കേരളത്തിലെ മദ്യ ഉപഭോഗം കുറയ്ക്കുമെന്ന് പ്രകടന പത്രികയിൽ ആവർത്തിച്ച് പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ടുള്ള സർക്കാർ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ എന്താണെന്ന് നമുക്കറിയാം. ഓരോ ഘട്ടത്തിലും മദ്യത്തിൻ്റെ ലഭ്യത കൂട്ടുന്നതിന് വേണ്ടി, മദ്യത്തിൻ്റെ ഒഴുക്ക് കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള നയങ്ങൾ ഈ സർക്കാർ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ 29 ബാറുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് എത്ര ബാറുകളുണ്ട്? 1000-ലധികം സംവിധാനങ്ങൾ തുറന്നു കൊടുത്തിട്ടുള്ള ഒരു സർക്കാർ. ഇവരുടെ നിലപാടിൽ നിന്ന് പുറകോട്ട് പോകുന്നു എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ഇതിൽ പറയുന്നത്. മറ്റൊരു കാര്യം, പാലക്കാട്ടേക്ക് ഈ കമ്പനി കൊണ്ടുവരുമ്പോൾ നോക്കൂ, 42 ഡിഗ്രി ചൂടുള്ള ഒരു പ്രദേശം, ആ പ്രദേശത്ത് ദൗർബല്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യം, എത്രയോ കാലങ്ങളായി ജലത്തിന് വേണ്ടി അടിപിടി കൂടുന്ന, അല്ലെങ്കിൽ ജലത്തിന് വേണ്ടി കേഴുന്ന ജനങ്ങളുള്ള ഒരു പ്രദേശം. ആ പ്രദേശത്ത് തന്നെ ഇത്തരത്തിൽ കോടിക്കണക്കിന് ലിറ്റർ വെള്ളം ഈ മദ്യത്തിന് വേണ്ടി മാത്രം സ്വരൂപിക്കണമെന്ന് പറയപ്പെടുമ്പോൾ ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നയം. ഇത് കൃത്യമായിട്ട് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി CPMന്റെ നയം നോക്കൂ. ഈ കൊക്കക്കോള കമ്പനി, പ്ലാച്ചിമടയിലുണ്ടായിരുന്നുള്ള കൊക്കക്കോള കമ്പനിക്ക് അവിടെ ജലത്തിൻ്റെ ദൗർബല്യത, അവർ ജലം ഊറ്റിക്കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ നാട്ടുകാരോടൊപ്പം അന്ന് സമരം നടത്തിയിട്ടുള്ള ഒരു കക്ഷിയാണ് CPM. അന്നത്തെ ആ കൊക്കക്കോള കമ്പനിയെ പൂട്ടിച്ച് പറച്ചുവിട്ട് ജലദൗർബല്യതയുടെ പേരിലാണ്. എന്നിട്ട് ഇപ്പോൾ പറയുന്നു അവിടെ ആവശ്യത്തിന് ജലമുണ്ട്, ആവശ്യത്തിന് സംവിധാനങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് വിശ്വസിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. 1999 EK നായനാർ എടുത്തിട്ടുള്ള നയത്തോട്, ആ നയത്തിനെതിരായിട്ടുള്ള സമീപനം പിണറായി വിജയൻ എടുക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ സംശയം. മദ്യനയത്തിലുള്ള ആ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകാനുണ്ടായിട്ടുള്ള സാഹചര്യം ഇന്ന് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണ്? അന്നുണ്ടായിട്ടുള്ള കമ്മിറ്റി, ആ കമ്മിറ്റി എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ തുടർന്ന് വന്നിട്ടുള്ള എല്ലാ സർക്കാരുകളും അംഗീകരിച്ചു. VS അച്യുതാനന്ദൻ സർക്കാർ അംഗീകരിച്ചിരുന്നു, AK ആന്റണി സർക്കാർ അംഗീകരിച്ചിരുന്നു, ഉമ്മൻചാണ്ടി സർക്കാർ അംഗീകരിച്ചിരുന്നു. പക്ഷേ അതിൽ നിന്നുള്ള നയമാറ്റം ഉണ്ടായത് പിണറായി വിജയൻ സർക്കാരിനാണ്. 2018 ഈ കമ്പനികൾ, ഇത്തരത്തിലുള്ള കമ്പനികളെ കൊണ്ടുവരാൻ നോക്കി, അത് പുറകോട്ട് പോകേണ്ടി വന്നു. 2020 കൊണ്ടുവരാൻ നോക്കി, അതിൽ നിന്ന് പുറകോട്ട് പോകേണ്ടി വന്നു. പക്ഷേ ഗൂഢമായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിക്കൊണ്ട് ആരോടും പറയാതെ, ഒരു പൊതു പരസ്യം പോലും നൽകാതെ ഇപ്പോൾ ഓയാസിസ് എന്ന് പറയുന്ന കമ്പനിയെ ഈ പിണറായി വിജയൻ ഗവൺമെന്റ് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. അധീനതയിൽ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു സർക്കാർ മുന്നോട്ട് വെക്കുന്ന പദ്ധതി അല്ല. അവിടെ ഒരു മത്സരാധിഷ്ഠിതമായ സാഹചര്യമില്ല എന്ന് ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുന്നുണ്ടായിരുന്നില്ലേ? ഇത് സർക്കാർ പ്രൊമോട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ എന്തെങ്കിലും സഹായം സ്വീകരിച്ച് ചെയ്യുന്നതോ ആയ ഒരു മത്സരാധിഷ്ഠിത വ്യവസ്ഥ നിലനിൽക്കുന്ന ഒന്നല്ല. ഒരു കമ്പനി, ഞങ്ങൾക്കിവിടെ ഒരു മദ്യ ഫാക്ടറി തുടങ്ങാനുള്ള ഒരു പ്ലാനുണ്ട്, ഒരു പദ്ധതിയുണ്ട് എന്നൊരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുകയാണ്. അത് നിലവിലെ മദ്യനയത്തിനും മാനദണ്ഡങ്ങൾക്കും അനുകൂലമായ അവസ്ഥയിൽ അനുമതി കൊടുക്കുന്നു എന്നുള്ള രീതിക്കാണ് സർക്കാർ അതിനെ വിശദീകരിക്കുകയും ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ 77 മുതൽ ഇങ്ങോട്ട്, ക്ഷമിക്കണം, 99 മുതൽ ഇങ്ങോട്ട് മാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ 2022-23 മാറിയിട്ടുണ്ട് മദ്യനയം. അതിലെ ആമുഖമടക്കം വായിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്.